പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ് എന്ന കൊളംബിയൻ റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ് പഠിക്കാൻ പോകുന്നത്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ്. ഇതാണ് സ്റ്റോറിയുടെ പേര്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഓഥറിനെ പറ്റി ഒന്ന് നോക്കാം. 20-ാം നൂറ്റാണ്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനായിരുന്നു ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് കൂടിയായിരുന്നു. ഒരുപാട് നോവലുകളും ഷോർട്ട് സ്റ്റോറീസും എസ്സേസും ഒക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനകൾക്ക് അദ്ദേഹത്തിന് 1982 1982 ഹി വാസ് അവാർഡഡ് ദ നൊബേൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള നോവൽസിൽ ചിലതാണ് 100 ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ്, ക്രോണിക്കിൾ ഓഫ് എ ഡെത്ത് ഫോർടോൾഡ്, ലവ് ഇൻ ദ ടൈം ഓഫ് കോളറ. ഇതൊക്കെ ഗബ്രിയൽ ഗാർഷ്യ മാർക്വസ് പോപ്പുലറൈസ് ചെയ്ത ഒരു ലിറ്റററി സ്റ്റൈലാണ് മാജിക് റിയലിസം അല്ലെങ്കിൽ മാജിക്കൽ റിയലിസം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഈ മാജിക്കൽ റിയലിസം അല്ലെങ്കിൽ മാജിക് റിയലിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും കഥ പറഞ്ഞു പോകുന്നുണ്ടാവുക. അതിനിടയിൽ കുറേ മാജിക്കൽ ആയിട്ടുള്ള എലമെന്റ്സ് ഇങ്ങനെ കഥയുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് വരും. അങ്ങനെയുള്ള ഒരു രീതിയിൽ കഥ പറഞ്ഞു പോകുന്നതിനെയാണ് മാജിക്കൽ റിയലിസം എന്ന് പറയാം. സോ വളരെ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു നറേറ്റീവ് സ്റ്റൈലുള്ള ഒരു ഓത്തറാണ് ഗബ്രിയൽ ഗാർഷ്യ മാർക്കസ്. നമ്മൾ വായിക്കാൻ പോവാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ. വളരെ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള, വളരെ യുണീക്ക് ആയിട്ടുള്ള ആ ഒരു സ്റ്റൈല് തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കഥയിലേക്കൊന്ന് പോയി നോക്കാം. A Very Old Man with Enormous Wings by Gabriel Garcia Marquez. The light was weak, even at noon. When Pelayo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. കഥ തുടങ്ങുന്നത് ഒരു ഉച്ച സമയത്താണ് അല്ലേ? ദ ലൈറ്റ് വാസ് വീക്ക് ഈവൻ അറ്റ് നൂൺ എന്നാണ് പറഞ്ഞത്. അതൊരു ഇരുട്ട് മൂടിയ ഉച്ച സമയമായിരുന്നു അല്ലേ? വലിയ വെളിച്ചമൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ വെളിച്ചത്തിന് അത്ര തെളിച്ചമൊന്നും ഇല്ലാത്ത ഒരു ഉച്ച സമയമായിരുന്നു അത്. When Pelayo was coming back to the house, it was hard for him to see what was moving and groaning in the rear of the courtyard. സോ പെലായോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരികയാണ്. പെലായോ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. റിയർ ഓഫ് ദ കോർട്ട്യാർഡ് എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡ് ഓഫ് ദ കോർട്ട്യാർഡ് അല്ലേ? കോർട്ട്യാർഡിൻ്റെ പുറകിലായിട്ട് എന്തോ ഒന്ന് അനങ്ങുന്നുണ്ട്, എന്തോ ഒന്നിങ്ങനെ മുരളിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്തോ ഒന്നിങ്ങനെ ഞെരങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഗ്രോൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ടു മേക്ക് എ ഡീപ് സൗണ്ട് ഷോയിങ് പെയിൻ, സാഡ്നെസ് ഓർ ടയർഡ്നെസ്. അപ്പോൾ അങ്ങനെ ഒരു മോർണിംഗ് ഒരു ഗ്രോണിങ് സൗണ്ട് കേൾക്കാമായിരുന്നു. എവിടെ നിന്ന്? ഇൻ ദ റിയർ ഓഫ് ദ കോർട്ട്യാർഡ്. കോർട്ട്യാർഡിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ നിന്ന്. റിയർ മീൻസ് അതിൻ്റെ ബാക്ക് സൈഡ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബാക്ക് സൈഡ് ഓഫ് ദ കോർട്ട്യാർഡ്, മുറ്റത്തിൻ്റെ ഒരറ്റത്തായിട്ട് ഒരു വസ്തു. അതെന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ഓക്കെ, he had to go very close to see that it was an old man, a very old man. The man was lying face down in the mud. In spite of his tremendous efforts, the man couldn't get up, impeded by his enormous wings. So, എന്താണ് അയാൾ കാണുന്നത്? അയാൾക്ക് വളരെ അടുത്ത് പോയി നോക്കേണ്ടി വന്നു അതെന്താന്ന് മനസ്സിലാക്കാനായിട്ട്. ഹി ഹാഡ് ടു ഗോ വെരി ക്ലോസ് ടു സീ ദാറ്റ് ഇറ്റ് വാസ് എൻ ഓൾഡ് മാൻ. അതൊരു വയസ്സായ ഒരു വൃദ്ധനായ ഒരു മനുഷ്യനായിരുന്നു. എ വെരി ഓൾഡ് മാൻ, വളരെ വൃദ്ധനായ ഒരു മനുഷ്യൻ അല്ലേ? എ വെരി ഓൾഡ് മാൻ. ദ മാൻ വാസ് ലൈയിങ് ഫേസ് ഡൗൺ ഇൻ ദ മഡ്. അയാൾ എങ്ങനെയാണ് കിടന്നിരുന്നത്? അയാള് മുഖം ഇങ്ങനെ ചെളിയിൽ പൂണ്ടിരിക്കുന്ന രീതിയിലാണ് അയാൾ കിടക്കുന്നത് അല്ലെ? കമിഴ്ന്ന് കിടക്കുകയാണ്. എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെ? ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ട്രെമൻഡസ് എഫേർട്സ്. വളരെയധികം അയാൾ കഷ്ടപ്പെടുന്നുണ്ടായിരിക്കണം, വളരെയധികം എഫേർട്ട് അയാൾ എടുക്കുന്നുണ്ടായിരിക്കണം അല്ലേ? ട്രെമൻഡസ് എന്ന് പറയുമ്പോൾ ദറ്റ് വേർഡ് മീൻസ് വെരി ഗ്രേറ്റ്, ഹ്യൂജ്, അല്ലെങ്കിൽ ഒരു എക്സ്ട്രീംലി ഗുഡ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ട്രെമൻഡസ് എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുക. ഇവിടെ അയാളുടെ ആ ഒരു ശ്രമം എത്ര വലുതായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ട്രെമൻഡസ് എഫേർട്സ്, അത്രയും എഫേർട്ട് എടുത്തിട്ടും ദ മാൻ കുഡിന്റ് ഗെറ്റ് അപ്പ്, അയാൾക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. ഇംപീഡഡ് ബൈ ഹിസ് എനോമസ് വിങ്സ്. അവിടെയാണ് നമുക്ക് ഒരു ഞെട്ടലുണ്ടാവുന്നത് അല്ലേ?
ഇങ്ങനെയാണ് മാജിക്കൽ റിയലിസത്തിൽ കാര്യങ്ങൾ ബ്ലെൻഡ് ചെയ്യുക. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഒരു ഓൾഡ് മാൻ ഒരു വീടിന്റെ കോർട്ട്യാർഡിൽ കിടക്കുന്നു. ആ വീടിന്റെ ഓണർ അത് കാണുകയാണ്, ആ ഒരു കാഴ്ച കാണുകയാണ്. ആ ഒരു കാഴ്ച കാണുന്നതിന്റെ ഇടയിൽ ഇദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട് അയാൾ ഇങ്ങനെ കമിഴ്ന്ന് കിടക്കുകയാണ് ആ മഡിൽ. അയാൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് അവിടെ നിന്ന് എഴുന്നേക്കാൻ. അതുവരെയൊക്കെ നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ നമുക്ക് പെട്ടെന്ന് നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുന്നു. അയാളെ അവിടുന്ന് എഴുന്നേക്കാൻ സമ്മതിക്കാത്തത് അല്ലെങ്കിൽ തടസ്സം നിൽക്കുന്നത് എന്താണ്? അയാളുടെ ഇനോമസ് ആയിട്ടുള്ള വിങ്സ് ആണ് അല്ലെ? അവിടെയാണ് നമുക്ക് മാജിക്കൽ റിയലിസത്തിന്റെ എലിമെന്റ് ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത്. സോ ആ ആൾക്ക് അവിടുന്ന് എഴുന്നേൽക്കാൻ തടസ്സമാവുന്നത്, അതിനായിട്ട് നമ്മൾ ഉപയോഗിച്ച വാക്കെന്താണ്? ഇംപീഡഡ് അല്ലേ? ഇംപീഡഡ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇംപീഡഡ്? ഇംപീഡഡ് മീൻസ് ടു സ്ലോ ഡൗൺ അല്ലെങ്കിൽ ടു സ്റ്റോപ്പ് ദ മൂവ്മെന്റ് എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാൽ നമുക്കിങ്ങനെ പറയാം, ഹെവി റെയിൻ ഇംപീഡഡ് ആർ ജേണി. നമ്മുടെ യാത്ര വൈകിപ്പിക്കുക, തടസ്സപ്പെടുത്തുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇംപീഡഡ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഭയങ്കര മഴ വന്നപ്പോൾ നമ്മുടെ യാത്രയെ അത് തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ യാത്ര അത് വൈകിപ്പിച്ചു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ഇംപീഡഡ്. ഈ ഇംപീഡഡിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സിനോണിംസ് നോക്കുകയാണെങ്കിൽ ഹിൻഡേർഡ്, ബ്ലോക്ക്ഡ്, ഡിലേഡ്, പ്രിവെന്റഡ്, ഒബ്സ്ട്രക്റ്റഡ്, ഈ വാക്കുകളൊക്കെ നമുക്ക് ഇംപീഡഡിന് പകരം ഉപയോഗിക്കാവുന്ന അതിന്റെ സിനണിംസ് ആയിട്ടുള്ള വാക്കുകളാണ്. ഓക്കെ, സോ എന്താണ് അയാളെ ഇംപീഡ് ചെയ്തത്? യെസ്, ഹിസ് എനോമസ് വിങ്സ് അല്ലേ? അദ്ദേഹത്തിന്റെ എനോമസ് ആയിട്ടുള്ള വിങ്സ്. വാട്ട് ഈസ് എനോമസ്? എനോമസ് എന്ന് പറയുമ്പം ആ ഒരു വാക്ക് കാണിക്കുന്നത് ഹൗ ബിഗ് ഇറ്റ് ഇസ് എന്നുള്ളതാണ് അല്ലേ? വെരി വെരി ബിഗ് എന്നുള്ള അർത്ഥത്തിലാണ്. എക്സ്ട്രീംലി ലാർജ് ഇൻ സൈസ്, ഹ്യൂജ് അല്ലെങ്കിൽ ജൈന്റ് ഓർ ജൈഗാൻഡിക് ഓർ മാസീവ് ഓർ ഇമ്മെൻസ് എന്നൊക്കെ നമുക്ക് പറയാം ഇനോമസിന്. സോ അത്ര ബൃഹത്തായ, അത്ര വിപുലമായിട്ടുള്ള എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പൊ അത്രയും വലിയ ചിറകുകളാണ് അയാൾക്കുള്ളത്. അദ്ദേഹം വളരെ ഓൾഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഹീസ് എ വെരി ഓൾഡ് മാൻ വിത്ത് enormous wings. Frightened by the sight, Pelayo ran to get Elisenda, his wife. She was putting compresses on their sick child. സോ പെലായോ ഈ ഒരു ഓൾഡ് മാനെ കണ്ടിട്ട് ഹി വാസ് ഫ്രൈറ്റൻഡ് അല്ലേ? ആള് പേടിച്ചുപോയി. അങ്ങനെ പേടിച്ചുപോയ പെലായോ എന്ത് ചെയ്തു? ഹി റാൻ ടു ഗെറ്റ് എലിസെൻഡ. അടുത്ത ക്യാരക്ടറിനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, എലിസെൻഡ. എലിസെൻഡ ഇസ് ഹിസ് വൈഫ്. ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. എന്ന് വെച്ചാൽ എന്താണ്? പുട്ടിങ് കംപ്രസസ് ഓൺ ദ സിക്ക് ചൈൽഡ് മീൻസ് നമ്മളിങ്ങനെ പനിയൊക്കെ പിടിച്ച് കിടക്കുന്ന സമയത്ത് നമ്മുടെ അമ്മ നമ്മുടെ നെറ്റിയിൽ തണുത്ത വെള്ളത്തിൽ മുക്കിയ തുണിയൊക്കെ ഇട്ട് തരാറില്ലേ? അതുപോലെ ഇവിടെ എലിസെൻഡ എന്ത് ചെയ്യായിരുന്നു? ഷി വാസ് പുട്ടിങ് കംപ്രസസ് ഓൺ ദെയർ സിക്ക് ചൈൽഡ്. Compresses here means pieces of cloth you put on someone who is sick to make them feel better. He took her to the rear of the courtyard. They both looked at the fallen body. അങ്ങനെ പെലായോ എലിസന്റെയും കൂട്ടി ആ മനുഷ്യൻ കിടന്നിരുന്ന ആ ഒരു ഭാഗത്തല്ലേ, ബാക്ക് ഓഫ് ദ കോർട്ട്യാർഡ്, അവിടെ എത്തി. ആ മനുഷ്യൻ ശരിക്കും ആകാശത്തു നിന്നെങ്ങാനും പൊട്ടി വീണതുപോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. സോ ദേ ബോത്ത് ലുക്ക്ഡ് അറ്റ് ദ ഫാളൻ ബോഡി. ഇനി എങ്ങനെയാണ് ആ മനുഷ്യൻ ഇരിക്കുന്നത് എന്ന് ഡിസ്ക്രൈബ് ചെയ്യാണ്. The man was dressed like a rag picker. There were only a few faded hairs left on his bald skull, and very few teeth in his mouth. His pitiful condition seemed that of a drenched great grandfather. This took away any sense of grandeur he might have had. His huge buzzard wings, dirty and half plucked, were entangled in the mud. സോ അയാളുടെ അപ്പിയറൻസ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാഗ് പിക്കർ. എന്താണ് ഈ റാഗ് പിക്കർ എന്ന് പറഞ്ഞാൽ? ഉപയോഗശൂന്യമായിട്ട് നമ്മൾ വലിച്ചെറിയുന്ന പഴകിയ തുണിയും അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റും ഒക്കെ പെറുക്കിയെടുത്ത് അത് വിറ്റ് ഉപജീവനം നടത്തുന്ന ആളുകൾ അല്ലേ? വേസ്റ്റ് കളക്ടർ, സ്കാവഞ്ചർ എന്നൊക്കെ നമ്മൾ പറയും. സോ ആ ഒരു റാഗ് പിക്കറിന്റെ പോലത്തെ ഒരു അപ്പിയറൻസ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. റാഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പഴം തുണി, കീറത്തുണി എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഒരു റാഗ് പിക്കറിനെ പോലെയാണ് അയാൾ വസ്ത്രം ധരിച്ചിരുന്നത്. അതായത് നല്ല വസ്ത്രമൊന്നുമല്ല അയാൾക്ക് ഉണ്ടായിരുന്നത് അല്ലെ? കീറിപ്പറിഞ്ഞ അല്ലെങ്കിൽ അഴുക്ക് പുരണ്ട ഒരു വസ്ത്രമായിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. പിന്നെ എന്താ അയാളെ കുറിച്ച് പറയുന്നത്? അയാൾക്കൊരു ബാൾഡ് സ്കള്ളാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുന്നു അല്ലെ? അതായത് ഹെഡ് വിത്തൗട്ട് എനി ഹെയർ. ആകെ കുറച്ച് മുടിയാണ് അയാളുടെ തലയിൽ ഉണ്ടായിരുന്നത്. അതും ആകെ ഫെയ്ഡഡ് ആയ ഗ്രേ ആയ ഹെയർ ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. വളരെ കുറച്ച് പല്ലുകളെ വായിലുമുള്ളൂ. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, അതൊരു
ഓൾഡ് മാൻ ആണ്, വെരി ഓൾഡ് മാൻ. അധികം പല്ലുകളൊന്നും അയാളുടെ വായിൽ ശേഷിക്കുന്നില്ല. His pitiful condition seemed that of a drenched great grandfather. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ശോചനീയമായ അവസ്ഥ അല്ലേ, പിറ്റിഫുൾ എന്ന് പറയുമ്പോൾ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് അല്ലേ. ആ പിറ്റിഫുൾ കണ്ടീഷൻ സീംഡ് ദാറ്റ് ഓഫ് എ ഡ്രെഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ഒരു നനഞ്ഞു കുളിച്ച് അല്ലെങ്കിൽ നനഞ്ഞു കുതിർന്ന ഒരു മുതുമുത്തച്ഛനെ പോലെ ഇരുന്നു അയാൾ. ഒരു പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന, നനഞ്ഞ് കുതിർന്ന് കീറത്തുണിയൊക്കെ ഉടുത്ത് മൊട്ടത്തലയൊക്കെ ആയിട്ട് വായിലൊന്നും പല്ലൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഒരു മുതുമുത്തച്ഛൻ്റെ പോലെ അയാൾ തോന്നിച്ചു. ഡ്രെഞ്ച്ഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കംപ്ലീറ്റ്ലി വെറ്റ് ഓർ സോക്ഡ് എന്നാണ്. അതായത് നനഞ്ഞു കുതിർന്ന എന്നുള്ളൊരർത്ഥമാണ് കേട്ടോ. അപ്പം അറിയാത്ത വാക്കുകളൊക്കെ നോട്ട് ചെയ്യണേ, അതിൻ്റെ മീനിങ് ഒക്കെ നോട്ട് ചെയ്യണേ. അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ അത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ ആ വാക്ക് മനസ്സിൽ നിൽക്കും. This took away any sense of grandeur he might have had. ഈ ഒരു pitiful condition, like that of a drenched great grandfather, took away any sense of grandeur he might have had. So ഈ grandeur, basically grandeur എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ആഡംബരം അല്ലെങ്കിൽ ഗാംഭീര്യം അല്ലെങ്കിൽ ഐശ്വര്യം എന്നൊക്കെ നമുക്ക് പറയാം. ഗ്രേറ്റ് ബ്യൂട്ടി, ഡിഗ്നിറ്റി, മാഗ്നിഫിസൻസ് എന്നൊക്കെ നമുക്ക് സിനണിംസ് ആയിട്ട് പറയാം അതിന്. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഗ്രാൻഡ്യൂർ ഉണ്ടായിരുന്നെങ്കിൽ അതും ഇല്ലാതാക്കുന്ന ഒരു പിറ്റിഫുൾ കണ്ടീഷനിലാണ് അദ്ദേഹം ഇരുന്നിരുന്നത് എന്നാണ് പറയുന്നത്. ഹിസ് ഹ്യൂജ് ബസാർഡ് വിങ്സ് ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ്. അദ്ദേഹത്തിന്റെ വിങ്സിന്റെ അവസ്ഥ എന്താണ്? ബസാർഡ് വിങ്സ് എന്നാ പറയുന്നത് അല്ലെ. വിങ്സിനെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. ബസാർഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലാർജ് ബേർഡ്. ബസാർഡ് വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വലിയ ചിറകുകൾ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ അവിടെ ബസാർഡ് വിങ്സ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ബസാർഡ് എന്ന് പറഞ്ഞാൽ കഴുകൻ, പരുന്ത് അങ്ങനെയൊക്കെയുള്ള വലിയ ബേർഡിനെയാണ് ബസാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പോലെ വളരെ സ്ട്രോങ് ആൻഡ് ഡാർക്ക് ആൻഡ് വൈഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ചിറകുകളാണ്. പക്ഷെ ഇപ്പൊ അതിന്റെ അവസ്ഥ എങ്ങനെയാണ് ഇരിക്കുന്നത്? വളരെ ഡേർട്ടി ആൻഡ് ഹാഫ് പ്ലക്ഡ്, ഓൾസോ എൻടാങ്കിൾഡ് ഇൻ ദ മഡ്. എൻടാങ്കിൾഡ് മീൻസ് കെട്ട് പിണഞ്ഞു കിടക്കുക എന്നുള്ള അർത്ഥത്തിലാണ് എൻടാങ്കിൾഡ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുക. ട്വിസ്റ്റഡ് ടുഗെദർ അല്ലെങ്കിൽ നോട്ടഡ് എന്നൊക്കെ നമുക്ക് സിനണിംസ് ആയിട്ട് പറയാം. അപ്പം ആകെ മണ്ണിൽ ഇങ്ങനെ പുതഞ്ഞു കിടക്കുന്ന അവസ്ഥയിൽ വളരെ ഡേർട്ടി ആയിട്ടാണ് ആ വിങ്സ് ഇരിക്കുന്നത്. They looked at him so long and so closely that Pelayo and Elisenda very soon overcame their surprise. ഒത്തിരി നേരം അവരെന്ത് ചെയ്തു? പെലായോ മെലിസന്റെയും ഒരുപാട് നേരം ഇവനെ വളരെ അടുത്ത് നിന്ന് വളരെ ക്ലോസ്ലി അവർ വാച്ച് ചെയ്തു. അവരങ്ങനെ കുറേ നേരം നോക്കി നിന്നത് കൊണ്ട് തന്നെ ദേ ഓവർകെയിം ദെയർ സർപ്രൈസ്. ആദ്യം അവർ വളരെ അത്ഭുതത്തോടെയാണ് അവനെ നോക്കിയത്. നോക്കിക്കൊണ്ടിരിക്കെ ആ ഒരു അത്ഭുതമൊക്കെ കുറഞ്ഞു വന്നു. ആൻഡ് ഇൻ ദ എൻഡ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ വളരെ ഒരു ഫെമിലിയർ ആയിട്ട് അവർക്ക് തോന്നാൻ തുടങ്ങി അല്ലെ, പരിചിതമായിട്ട് അവർക്ക് തോന്നാൻ തുടങ്ങി. Then they dared speak to him. ഇപ്പൊ അവർക്ക് ആ പഴയൊരു അത്ഭുതമൊക്കെ ഇല്ലാതായപ്പോ പതുക്കെ അവർക്ക് ധൈര്യം വന്നു ഇയാളോട് സംസാരിക്കാൻ അല്ലെ. Then they dared speak to him. അവരവനോട് സംസാരിക്കാൻ ധൈര്യപ്പെട്ടു. He answered in an incomprehensible dialect with a strong sailor's voice. ഇവര് സംസാരിച്ചപ്പോ അയാള് തിരിച്ച് മറുപടിയും പറഞ്ഞു അല്ലെ. എങ്ങനെയാണ് അയാൾ മറുപടി പറഞ്ഞത്? ഇൻ അൻ ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട്. ഇൻകോംപ്രിഹെൻസിബിൾ മീൻസ് മനസ്സിലാക്കാനാകാത്ത. ഡയലക്ട് മീൻസ് ഭാഷാഭേദം അല്ലെങ്കിൽ നാട്ടുഭാഷ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. അതായത് ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് സംസാരിക്കുന്ന മലയാളം ആയിരിക്കില്ല നമ്മൾ എറണാകുളത്ത് സംസാരിക്കുന്നുണ്ടാവും, എറണാകുളത്ത് സംസാരിക്കുന്നതായിരിക്കില്ല കണ്ണൂരിൽ സംസാരിക്കുന്നുണ്ടാവും. അപ്പം അതിലിങ്ങനെ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഭാഷാഭേദങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഏതോ ഒരു ഭാഷയിൽ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഏതോ ഒരു ഭാഷയിൽ ഇയാൾ അതിന് മറുപടി പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശബ്ദം എങ്ങനെയുള്ളതാണെന്നാണ് പറയുന്നത്? വിത്ത് എ സ്ട്രോങ് സെയിലേഴ്സ് വോയിസ് അല്ലെ. ഒരു സ്ട്രോങ് സെയിലേഴ്സ് വോയിസ് പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ശബ്ദം. അതായത് ഒരു നാവികന്റെ ശബ്ദം പോലെ. എന്താണ് നാവികന്റെ ശബ്ദത്തിന് ഇത്ര പ്രത്യേകത? നാവികന്റെ ശബ്ദം വളരെ പരുക്കനായിരിക്കും അല്ലെ. A voice that sounds loud, powerful and rough, like the kind sailors usually have, because they spend a lot of time at sea, shouting over waves and wind. അല്ലെ, അവര് എപ്പോഴും പരുക്കനായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഈ കടലിലുള്ള ജീവിതത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുമ്പോൾ വളരെ ഉറക്കെയായിരിക്കും സംസാരിക്കുന്നത്. കാരണം വേവ്സിന്റെ ശബ്ദം, കാറ്റിന്റെ ശബ്ദം, ഇതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലായിരിക്കും അവരുടെ ശബ്ദം അല്ലെ. അപ്പൊ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള, അത്രയും പരുക്കനായിട്ടുള്ള ഒരു ശബ്ദത്തിലാണ് അയാൾ തിരിച്ച് മറുപടി പറഞ്ഞത്. പക്ഷെ മനസ്സിലാക്കാൻ പറ്റാത്ത ഏതോ ഒരു ഭാഷയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ.
They concluded that he was a lonely castaway from some foreign ship wrecked by the storm. അവര് ഒരു തീരുമാനത്തിലെത്തി. ഇത്രയും കൂടെ ആയപ്പോ സെയിലേഴ്സ് വോയിസിൽ അയാൾ സംസാരിക്കുകയും കൂടെ ചെയ്തപ്പോ എലിസന്റെയും പെലായവും തീരുമാനിച്ചു ഇയാൾ ഒരു ലോൺലി കാസ്റ്റവേ ആണ്. കാസ്റ്റവേ മീൻസ് എ പേഴ്സൺ ഹു ഹാസ് ബീൻ ഷിപ്പ്‌വ്രെക്ഡ് ആൻഡ് ലെഫ്റ്റ് അലോൺ ഓൺ എൻ ഐലൻഡ് ഓർ ഷോർ എന്നുള്ള അർത്ഥമാണ് കാസ്റ്റവേ. അതായത് കപ്പൽ അപകടത്തിൽ പെട്ടിട്ട് കരക്കടിഞ്ഞ ഒരു നാവികൻ അല്ലെങ്കിൽ ഒരു കപ്പൽ യാത്രക്കാരൻ എന്നുള്ള അർത്ഥമാണ്. സോ അവര് തീരുമാനിച്ചു ഇത് ഏതോ ഒരു ഫോറിൻ ഷിപ്പ് കൊടുങ്കാറ്റിൽ തകർന്നു പോയപ്പോ ആ ഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു നാവികനോ യാത്രക്കാരനോ ആയിരിക്കണം അയാൾ ഈ തീരത്തടിഞ്ഞതാണ്, അങ്ങനെ ഒരു ആളാണ് എന്നാണ് ഈ ഭാര്യയും ഭർത്താവും കൂടെ കൺക്ലൂഡ് ചെയ്തത്. എങ്കിലും അവരവരുടെ ആ ഒരു അയൽക്കാരിയായ ഒരു ചേച്ചിയും കൂടെ വിളിച്ചുകൊണ്ട് വന്നോടെ then they called in a neighbor woman to see him. All she needed was one look to show them their mistake. He is an angel, she told them. He must have been coming for the child. But the poor fellow is so old that the rain knocked him down. യെസ്, അപ്പോ ഈ നെയ്ബർ വുമണിനെ വിളിച്ചുകൊണ്ട് വന്നപ്പോ കഥ മൊത്തം മാറി അല്ലെ. അവരൊരൊറ്റ നോട്ടത്തിൽ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് തെറ്റുപറ്റിയതാ, ഇത് ഒരു ഏഞ്ചലാണ്, ഇതൊരു മാലാഖയാണ്. ഹി മസ്റ്റ് ഹാവ് ബീൻ കമ്മിങ് ഫോർ യുവർ ചൈൽഡ്. അല്ലെ, അവിടെ ഒരു സുഖമില്ലാത്തൊരു കുട്ടിയുണ്ട് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിരുന്നു. കാരണം എലിസണ്ട കംപ്രസസ് വെച്ചു കൊടുക്കുകയായിരുന്നു സിക്ക് ചൈൽഡിന് നമ്മൾ നേരത്തെ കണ്ടു. അപ്പോ ഈ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ വേണ്ടി വന്ന ഒരു മാലാഖയാണിത് എന്ന് ആ നെയ്ബർ വുമൺ പറഞ്ഞു കൊടുത്തു. പക്ഷെ ഭയങ്കര മഴയുള്ളൊരു സിറ്റുവേഷൻ ആണ്, കാരണം ഉച്ചയ്ക്ക് പോലും വലിയ വെളിച്ചമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാന്നൊക്കെ പറഞ്ഞപ്പോ ഒരു റെയിനി സീസൺ ആണ് അത് എന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഈ മഴ കാരണം ആ ഏഞ്ചൽ താഴെ വീണ് പോയതായിരിക്കും, ഇത്രയും പ്രായമൊക്കെ ഉള്ള ഏഞ്ചൽ അല്ലേ എന്നാണ് ആ ഒരു വുമൺ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ന്യായം. അപ്പോ ആ നാട്ടിലെ ഒരു BBC ആയിരിക്കണം ആ ചേച്ചി. ഏതായാലും ആ വാർത്ത, ഇങ്ങനൊരു വാർത്ത കാട്ടുതീ പോലെ എല്ലായിടത്തും പരന്നു എന്നുള്ളതാണ്. ഓൺ ദ ഫോളോയിങ് ഡേ എവ്രിവൺ ന്യൂ ദാറ്റ് എ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഏഞ്ചൽ വാസ് ഹെൽഡ് captive in Pelayo's house. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും എല്ലാവരും അറിഞ്ഞു അല്ലെ, a flesh and blood angel was held captive in Pelayo's house. രക്തവും മാംസവും ഉള്ള ഒരു മാലാഖ പെലായോന്റെ വീട്ടില് തടവുകാരനാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത ആ സംസ്ഥാനം മുഴുവൻ അറിഞ്ഞു എന്ന് പറയാം. ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്നുള്ള ആ ഒരു ഫ്രേസിന്റെ അർത്ഥം ഹ്യൂമൻ ബീയിങ് എന്നുള്ളതാണ് കേട്ടോ, മനുഷ്യവർഗത്തിൽ പെട്ട എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ മനുഷ്യ രൂപത്തിൽ വന്ന മാലാഖ, കാരണം ഒരു മുതുമുത്തച്ഛനെ പോലെ ഒരു മനുഷ്യന്റെ രൂപമുണ്ട്, ആകപ്പാടെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളത് എന്താ വെച്ചാൽ ആ ചിറകുകൾ മാത്രമാണ്. മനുഷ്യ രൂപത്തിൽ വന്ന മാലാഖ എന്നുള്ള അർത്ഥത്തിലാണ്. പെലായോ വാച്ച്ഡ് ഓവർ ഹിം all afternoon from the kitchen, armed with his bailiff's club. പെലായോന്റെ വീട്ടിലാണ് ഇങ്ങനെ ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥി വന്നിരിക്കുന്നത്. പെലായോന് സംശയമുണ്ട്, ഇത് എന്ത് തരം ജീവിയാണ്, ഇത് കടിക്കോ, ഇത് ഉപദ്രവിക്കോ എന്നൊക്കെയുള്ള കാര്യത്തിൽ പെലായോന് സംശയമുണ്ട്. അതുകൊണ്ട് പെലായോ വാച്ച്ഡ് ഓവർ ഹിം ഓൾ ആഫ്റ്റർനൂൺ ഫ്രം ദ കിച്ചൺ. അപ്പൊ അടുക്കളയിൽ തന്നെ നിന്നുകൊണ്ട് പെലായോ എന്ത് ചെയ്തു, ആ ഉച്ചനേരം മുഴുവനും ഇവനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. Pelayo watched over him all afternoon from the kitchen, armed with his bailiff's club. എന്താണ് ഈ ബെയിലിഫ്സ് ക്ലബ് എന്ന് പറഞ്ഞാല്? ബെയിലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫീസർ എന്നാണ് അർത്ഥം. ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ലോ ഓഫീസർ കയ്യിൽ വെക്കുന്ന, ആ ഒരു ലോ ആൻഡ് ഓർഡർ ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ ഓഫീസർ കയ്യിൽ വെക്കുന്ന ഒരു ഹെവി സ്റ്റിക്ക് ഉണ്ട്, അതിനെയാണ് ബെയിലിഫ്സ് ക്ലബ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലൊരു ബെയിലിഫ്സ് ക്ലബും പിടിച്ച് ഈ വയസ്സൻ മാലാഖയുടെ മേലൊരു കണ്ണ് വെച്ച് കിച്ചണിൽ തന്നെ നിൽക്കുകയാണ് നമ്മുടെ പെലായോ. Before going to bed, he dragged him out of the mud and locked him up with the hens in the chicken coop. ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് പെലായോ എന്ത് ചെയ്തു? ഹി ഡ്രാഗ്ഡ് ഹിം ഔട്ട് ഓഫ് ദ മഡ്. അപ്പോഴും ആ ചെളിയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാതെ അവിടെ തന്നെ കിടന്നിരുന്ന ആ വൃദ്ധനായ മാലാഖയെ അല്ലെങ്കിൽ ആ മനുഷ്യനെ വലിച്ചഴിച്ച് കോഴികളെ പാർപ്പിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ലോക്ക് ചെയ്തു വെച്ചു. A short time afterward, the child woke up without a fever and with a desire to eat. അല്പസമയം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പെലായോയുടെ കുഞ്ഞ് പനി വിട്ടുമാറി കണ്ണു തുറന്ന് എഴുന്നേറ്റു. അവൻ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. Then they felt magnanimous. അതുവരെ അവർക്ക് ഈ അത്ഭുതങ്ങളിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവത്തിന് ശേഷം they felt magnanimous. മെഗ്നാനിമസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാക്കാണ്, നോട്ട് ചെയ്ത് വെക്കുക. മെഗ്നാനിമസ് മീൻസ് വെരി കൈൻഡ് അല്ലെങ്കിൽ ജനറസ് എന്നൊക്കെ നമുക്ക് പറയാം. ബിഗ് ഹാർട്ടഡ് അല്ലെങ്കിൽ നോബിൾ,
ഫോർഗിവിങ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ. അതായത് നേരത്തെ അവരങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ അവർ വളരെ വിശാല ഹൃദയരായി മാറി. കാരണം അവരുടെ വീട്ടിലൊരു അത്ഭുതം സംഭവിച്ചു. ഈ മാലാഖ വന്നു കഴിഞ്ഞ ശേഷം അവരുടെ കുഞ്ഞ് പനി വിട്ടെഴുന്നേറ്റു. അവൻ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. They decided to put the angel on a raft with fresh water and provisions for 3 days and leave him to his fate on the high seas. അവരെന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ഈ മാലാഖയെ നമുക്ക് നോക്കാനൊന്നും പറ്റില്ല. മാലാഖയെ നോക്കാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. ഒന്നാമതൊരു വളരെ വൃദ്ധനായിട്ടുള്ള ഒരു മാലാഖ കൂടിയാണ് അല്ലേ? അപ്പോൾ ഈ മാലാഖയെ ഒഴിവാക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയാണ്. വളരെ വിശാല ഹൃദയരായിട്ടുള്ള ഈ ദമ്പതിമാർ ഒരു തീരുമാനം എടുക്കുകയാണ്. ഈ ഏഞ്ചലിനെ നമുക്കൊരു ചങ്ങാടത്തിൽ കയറ്റിയിട്ട്, റാഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ചങ്ങാടം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഒരു ചങ്ങാടത്തിൽ കയറ്റിയിട്ട് നമുക്ക് ഇയാളെ കടലിൽ ഒഴുക്കി വിടാം. ഇവര് ഭയങ്കര ജനറസ് ആണല്ലോ. അതുകൊണ്ട് അവർ തീരുമാനിച്ചു ഒരു 3 ദിവസത്തേക്ക് അയാൾക്ക് കുടിക്കാനുള്ള ശുദ്ധജലവും അതുപോലെ കഴിക്കാനുള്ള ആഹാരവും ഒക്കെ ചങ്ങാടത്തിൽ വെച്ചേക്കാം. എന്നിട്ട് അയാളെ അയാളുടെ വിധിക്ക് വിട്ടുകൊടുക്കാം. ലീവ് ഹിം ടു ഹിസ് ഫേറ്റ്, അല്ലെ? വിധിക്ക് വിട്ടുകൊടുക്കുക. ഓൺ ദ ഹൈ സീസ്, ആ കടലിൽ അയാൾക്ക് ജീവൻ ഉണ്ടെങ്കിൽ, അയാൾക്ക് വിധി ഉണ്ടെങ്കിൽ അയാൾ ജീവിക്കട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ അയാളെ ഒഴുക്കി വിടാം എന്നാണ് ഈ മെഗ്നാനിമസ് ആയിട്ടുള്ള കപ്പിൾ തീരുമാനിക്കുന്നത്. ഇവിടെ നമ്മളൊരു ഫ്രേസ് പഠിച്ചു, ലീവ് ഹിം ടു ഹിസ് ഫേറ്റ് എന്ന് പറഞ്ഞാൽ വിധിക്ക് വിട്ടുകൊടുക്കുക. ഇറ്റ് മീൻസ് ടു സ്റ്റോപ്പ് ഹെൽപ്പിംഗ് സം വൺ ആൻഡ് ലെറ്റ് whatever happens happen to them, whether good or bad. നല്ലതോ ചീത്തയോ എന്ത് വേണമെങ്കിലും അയാൾക്ക് സംഭവിക്കട്ടെ, അയാളുടെ വിധി പോലെ വരട്ടെ എന്ന് പറഞ്ഞ അയാളെ വിധിക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു ഫ്രേസിന്റെ അർത്ഥം. ലീവ് ഹിം ടു ഹിസ് ഫേറ്റ്. ദ കപ്പിൾ ഡിസൈഡഡ് ടു ലീവ് ദ ഓൾഡ് മാൻ ടു ഹിസ് ഫേറ്റ് ഓൺ ദ റാഫ്റ്റ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.